ഹേ ഗൈസ്, അപ്പം മോർണിംഗ് വൈബ് കാണാൻ വന്നതാണ്. നല്ല വെയിലാണ്. അത് പിന്നെ 10 മണിക്ക് എണീറ്റ് വന്നിട്ട് കോട കാണുമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ ഗൈസ്. കാണാൻ പറ്റും. നല്ല വെയിലുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ ബൊഫേന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. എന്നാലും എണീറ്റേ ഉള്ളൂ. നമുക്ക് കിട്ടിയ പാക്കേജിൽ കോംപ്ലിമെൻ്ററി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ലോകത്തുള്ള എല്ലാ ഫുഡും കൊണ്ടുവന്ന് വെച്ച ഒരു ഇതായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് നിന്നപ്പോഴാണ് ഈ മരം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത്. ഈ മരത്തിന് ചുറ്റും ഇവർ എങ്ങനെ ഈ ബിൽഡിംഗ് പണിഞ്ഞു എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. അപ്പോൾ അതായിരുന്നു അന്ന് ഞാൻ തകല പുകച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ ക്യാമ്പ് ഫയറിന് മാത്രം നമുക്ക് കയറാൻ പറ്റിയില്ല. അല്ലാതെ ഓവറോൾ എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഡിന്നർ വെളിയിൽ നിന്നാണ് കഴിച്ചത് ഇന്നലെ. അപ്പം ഞങ്ങൾക്ക് ക്യാമ്പ് ഫയറിന് മാത്രം നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ടാറ്റാ ബൈ പറയാണ്. ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാ. ബൈ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊന്ന് പൂളി ചാടിയായിരുന്നു ഗൈസ്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മേട്ടുപ്പാളയം ഡാമിലേക്കാണ്. അപ്പോൾ ഈ ക്യാരറ്റ് കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല, നല്ല ഫ്രഷ് ക്യാരറ്റ്. അപ്പോൾ നമ്മളൊരു 30 രൂപയ്ക്ക് ക്യാരറ്റും വാങ്ങി വണ്ടി നിർത്തിയാണ് പോയത് ഗൈസ്. അപ്പോൾ വണ്ടിക്കുള്ളിലിരുന്ന് മടുത്തപ്പോൾ കുറച്ച് നേരം തല വെളിയിലിട്ട് പട്ടിഷോ കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണ് ഇത്. അപ്പോൾ കൊണ്ട് പുറകെ വരുന്ന ചേട്ടൻ ഹോണടിയോട് ഹോണടി. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ണൻ ദേവൻ്റെ ചായ് ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇത് മൂന്നാർ നമ്മൾ പോകുന്ന വഴി ഒരു 3-4 നമ്മൾ കണ്ടിരുന്നു. ഇതിൻ്റെ ഫാക്ടറി മേട്ടുപ്പാളയത്താണുള്ളത്, പക്ഷെ ഔട്ട്ലെറ്റ് കുറേ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ കയറി കുറച്ച് ടീ പൗഡേഴ്സൊക്കെ ഒന്ന് നോക്കാം, സാമ്പിളൊക്കെ കിട്ടുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ്. നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പം നമുക്കകത്ത് പോവാം. അപ്പം ഞാൻ അവിടെ കാര്യമായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ക്ലാരിറ്റിയോടെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഗൈസ്, ഒന്ന് ക്ഷമിക്കണം. കയറി വന്നപ്പോഴേ കുറേ കേക്കും കാര്യങ്ങളും ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പല വെറൈറ്റി ടീ പൗഡേഴ്സ് റിപ്പിളിൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ക്യാപ്പ് റിപ്പിളിൻ്റെ ആണ്. അപ്പോൾ ഈ ക്യാപ്പിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 250, ടീഷർട്ടിൻ്റെ 475 ആണ്. പല കളർ ടീഷർട്ട്സ് റിപ്പിളിൻ്റെ അവൈലബിൾ ആയിരുന്നു. അപ്പം നമ്മളൊരു 3-4 വെറൈറ്റി ടീ പൗഡേഴ്സ് റിപ്പിളിൻ്റെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് ലെമൺ ഗ്രാസ് ഓയിൽ. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ മൂന്നാറോ വാഗമണ്ണൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങാറുള്ളതായിരുന്നു. നല്ല ഫ്രാഗ്രൻസ് ആണിത്. നമ്മൾ മെയിൻലി ഇത് ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സെക്ഷനിലാണെങ്കിലോ മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. ബൈ എനി 4 get 1 ഫ്രീ എന്ന് പറഞ്ഞ് കുറേ എസെൻഷ്യൽ ഓയിലും റോസ്മേരി ഓയിൽ, ടീ ട്രീ ഓയിൽ, അങ്ങനെ കുറച്ച് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റും ഒരു 200 സംതിങ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ തന്നെ നമുക്ക് ടീ, പലതരം വെറൈറ്റി ടീ നമുക്ക് അവിടെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. ഞാനതിൽ ലെമൺ ഗ്രാസ് ടീ വാങ്ങി. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് യാത്രയാവുന്നത് മേട്ടുപ്പാളയം ഡാമിലേക്കാണ്. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ബ്ലോക്ക് കിട്ടി ഗൈസ് ഞങ്ങൾക്ക്. അപ്പം ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് ആ റോഡിൻ്റെ സൈഡിൽ നമ്മൾ ബ്ലോക്കിൽ പെട്ടുകൊണ്ട് അവിടെ ഇറങ്ങി നിന്ന് എടുത്ത കാര്യം. അപ്പം നമ്മൾ എല്ലായിടവും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇത് കണ്ടേന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിൽ പോകാനുള്ള ധൃതിയായുണ്ട്. അവിടെ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല ഗൈസ്. അതൊന്നും പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. അടുത്ത തവണ പ്ലാനിങ്ങോടെ വരുന്നതായിരിക്കും ഗൈസ്. അന്നത്തെ ദിവസം നമ്മൾ ഈ സാധനം കഴിച്ചതല്ല, നമ്മൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്, ലഞ്ചേ കഴിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് കൊള്ളാം, അവിടെ നിർത്താന്ന് പറയുമ്പോൾ ഒരാൾ പറയും അയാൾക്ക് പറ്റില്ല, അടുത്ത ആൾ പറയുമ്പോൾ മറ്റേ ആൾക്ക് പറ്റില്ല. അങ്ങനെ നമ്മൾ വന്ന് ലഞ്ച് കഴിച്ചത് കുറ്റിക്കാലത്ത് വന്നിട്ടാണ് ഗൈസ്, അതും രാത്രിയിൽ. അങ്ങനെ എന്നെ തേയിലത്തോട്ടത്തിൽ ഇറക്കി വിടൂ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ലാസ്റ്റ് ഇറക്കി വിട്ടാണ് ഈ കാണുന്നത്. നീ പോയി എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വരൂ, വിക്കോ വീഡിയോ എടുത്തിട്ട് വരുമെന്ന് അവർ പറഞ്ഞു. നമ്മൾ ഇടുക്കി ഡാമിൽ പോയായിരുന്നു. ഇടുക്കി ഡാമൊക്കെ പൂട്ടിയിട്ട് അവർ പോയായിരുന്നു. ആ ഫ്ലോപ്പ് കഥയിലോട്ടിട്ട് പോകുന്നില്ല. ഇനി നെക്സ്റ്റ് ഫ്ലോപ്പ് കഥയായിട്ട് അടുത്തത് കാണാം.